മഴത്തോരും മുമ്പേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന രോഹിത്തിനെ കാണാൻ വേണ്ടിയിട്ട് ജയിലിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് രോഹിത് തല താഴ്ത്തി നിൽക്കുകയാണ്. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, നിന്നോട് ഞാൻ പല തവണ ചോദിച്ചു, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്നോട് തുറന്നു പറ, നിന്നെ രക്ഷിക്കാൻ എനിക്ക് കഴിയും. ഒരിക്കൽ നിന്നെ ഞാൻ രക്ഷിച്ചതല്ലേ, അതെന്താ അതൊക്കെ നീ മറന്നുപോയോ? ഇനി അതല്ല, ഈ ഞാൻ രക്ഷിക്കുന്നത് നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ അങ്ങ് തുറന്നു പറഞ്ഞാൽ മതി. പിന്നെ നീ ഹരിയുടെ കൂടെ കാലാകാലം ഇവിടെ അങ്ങ് നിന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രോഹിത്തിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അങ്ങനെ ഒലിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സമയത്ത് രോഹിത്ത് പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാൻ ഉപദ്രവിക്കാനാണ് ആഗ്രഹിച്ചിട്ടുള്ളത്, നിങ്ങളുടെ നന്മ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ, എൻ്റെ കാര്യത്തിൽ വളരെയധികം സ്നേഹത്തോടു കൂടിയും കരുതലോടു കൂടിയുമാണ് പെരുമാറുന്നത്. പക്ഷെ അതെനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, ഇപ്പോൾ ഏതായാലും അതൊന്നും പറഞ്ഞിരിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. നിന്നെ കോടതിയിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തെടുക്കണം. നിൻ്റെ കൂടെ നടക്കുന്നവർ നിന്നെ ചതിക്കുകയാണ് എന്നുള്ളൊരു ബോധം നിനക്ക്, തിരിച്ചറിവ് നിനക്ക് വന്നല്ലോ, അത് തന്നെ ധാരാളം. എന്തായാലും ഇനി നീ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോവില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇക്കാര്യത്തിൽ ഇടപെടുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഇനി അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിലേക്കൊന്നും പോയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. എൻ്റെ അനിയനൊരു പ്രശ്നം വന്നാൽ ഈ ഞാനല്ലാതെ പിന്നെ മറ്റാരാണ് ഇതിൽ ഇടപെടുക? ഞാൻ എന്തായാലും ശരണ്യയെ പോയി കണ്ടിട്ട് ഒന്ന് സംസാരിക്കട്ടെ. അവളുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്കിതിൽ വിജയിക്കാൻ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അലീന അവിടെ നിന്ന് പോവുകയാണ്. അതിനിടയിൽ ശരണ്യയെ കണ്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ എതിർപ്പ് കാണിച്ചെങ്കിലും സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് തുറന്ന് പറഞ്ഞപ്പോൾ ശരണ്യയ്ക്ക് മനസ്സിലായി. ചില ഉപബോധം മനസ്സിൽ കിടക്കുന്ന ചിത്രങ്ങളും ഒക്കെയായിരുന്നു ശരണ്യയുടെ മനസ്സിലുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ രോഹിത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അവൾക്ക് അറിയുന്നില്ല. ആ ഒരു സമയത്തുണ്ടായ സംഭവത്തിലൊന്നും രോഹിത്തിൻ്റെ മുഖം അവൾക്ക് തെളിഞ്ഞു വന്നിട്ടില്ലായിരുന്നു. അത് അലീനയോട് പറയുകയും ചെയ്തു. അങ്ങനെ അലീന പറയുന്നുണ്ട്, കോടതിയിൽ എന്തെങ്കിലും ആവശ്യം വന്ന് വിളിച്ചാൽ നിനക്ക് വരാൻ സാധിക്കുമോ? എൻ്റെ നിരപരാധിയായിട്ടുള്ള അനിയനെ രക്ഷിക്കാനാണ് എന്നൊക്കെ പറയുമ്പോൾ ശരണ്യ, ചേച്ചി വിളിച്ചാൽ ഞാൻ എവിടെയും വരാം. നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. എനിക്ക് തോന്നുന്നത് ചേച്ചിയുടെ അനിയനെ മനഃപൂർവ്വം ഇതിൽ കുടുക്കിയിട്ട് എല്ലാ കുറ്റങ്ങളും അവൻ്റെ മേൽ ഇട്ടിട്ട് മറ്റുള്ളവർക്ക് രക്ഷപ്പെടാനുള്ള വഴിയാണെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ ശരണ്യ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അലീന പറയുന്നുണ്ട്, അതേ മോളെ, അതെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവർക്ക് നല്ലൊരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും എൻ്റെ നിരപരാധിയായ അനിയനെ രക്ഷിക്കാനും കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കിയതിനും ഒക്കെ അവർക്ക് നല്ലൊരു പണി കൊടുക്കാനാണ് ഞാൻ തന്നെ നേരിട്ട് ഇറങ്ങിയത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഒരു വക്കീലിനെ വെച്ചിട്ട് കേസ് വാദിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് അലീന നിൽക്കുന്നത്. അങ്ങനെ കോടതിയിൽ കേസും ഒക്കെ ആയിട്ട് കോടതി വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു കോടതി മുറിയിൽ വെച്ചിട്ട് അസാധ്യമായിട്ടുള്ള പെർഫോമൻസാണ് അലീന കാഴ്ചവെച്ചത്. ജഡ്ജിയുടെ മുമ്പിൽ ഓരോ കാര്യം തുറന്നു പറഞ്ഞപ്പോഴും പ്രതികൾക്ക് അതിൽ തിരിച്ച് മറുപടി പറയാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാം സമ്മതിക്കേണ്ടി വരികയായിരുന്നു. നമ്മുടെ ഹരിയൊക്കെ തല താഴ്ത്തിയിട്ടാണ് ആ ഒരു സമയത്ത് നിന്നിരുന്നത്. എല്ലാം സമ്മതിച്ചുകൊണ്ട് അവർ തല താഴ്ത്തി നിൽക്കുന്നത് കണ്ടിട്ട് രോഹിത്തിനെ ഒന്നും സഹിക്കാൻ പറ്റിയില്ല. ഇവരെന്നെ കൂടെ നടന്ന് ചതിക്കുകയായിരുന്നല്ലോ എന്നുള്ള ആ ഒരു ബോധവും, എത്രയൊക്കെ ദ്രോഹിച്ചിട്ടും അലീന ചേച്ചി എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇവിടെ വാദിച്ചതും, എന്നോട് അത്രയ്ക്കും സ്നേഹമുണ്ടല്ലോ, അങ്ങനെ സ്നേഹിക്കാൻ മാത്രം ഞാൻ എന്താണ് അവരോട് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു ചിന്തയും കുറ്റബോധവും നമ്മുടെ രോഹിത്തിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെ കോടതി മുറിയിൽ വെച്ചിട്ട് അലീന, നീ എന്തിനാണ് വരുന്ന സമയത്ത് തന്നെ ശരണ്യയ്ക്ക് വെള്ളം കൊടുത്തത്? ആ വെള്ളം നിർബന്ധിച്ച് കൊടുക്കുകയായിരുന്നല്ലോ, അതിലല്ലേ നീ മയക്കുമരുന്ന് ചേർത്തിയിരുന്നത്? എന്നിട്ട് അവിടെ എത്തുമ്പോഴേക്കും അവൾ പകുതി മയങ്ങി കഴിഞ്ഞിരുന്നല്ലോ. തലവേദന എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴൊക്കെ നീ അവിടെ പിടിച്ചു നിർത്തിയിട്ട് അവൾ മയങ്ങുന്നത് വരെ കാത്തു നിൽക്കുകയായിരുന്നല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാനാവാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. എന്നിട്ട് ആ ഒരു സമയത്ത് ഇനി സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതിൽ കുടുങ്ങിയിട്ടുള്ള ആ ഒരു പാവം പെൺകുട്ടിയെ ഞാൻ ഇവിടെ കൊണ്ടുവരും, അവൾ എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെയുണ്ട്, അതിനെക്കൊണ്ട് സത്യം എന്താണ് തുറന്ന് പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് ഹരിയെ കൊണ്ട് സത്യം മുഴുവൻ തുറന്ന് പറയിപ്പിക്കുകയാണ്. അങ്ങനെ ഈ ഒരു കഥ കേട്ടിട്ട് ജഡ്ജി തന്നെ ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം എല്ലാ ക്രൂരതയും ചെയ്തിട്ട് ഒരു നിരപരാധിയായ ചെക്കൻ്റെ പേരിൽ ഈ ഒരു കേസിട്ട് രക്ഷപ്പെടാനുള്ള ആ ഒരു ഇത് കണ്ടിട്ട് ജഡ്ജിക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ്. എന്നിട്ട് രോഹിതിനോട് പറയുന്നുണ്ട്, ഇതാണ് കണ്ണടച്ച് കൂട്ടുകാരെ വിശ്വസിക്കരുത് എന്നുള്ളത് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതൽ താക്കീത് കൊടുക്കുകയും ഇനി ഇവരുടെ കൂടെ നടന്നിട്ട് എന്തെങ്കിലും കേസിൽപ്പെട്ടാൽ നിനക്ക് ഒരിക്കലും രക്ഷയുണ്ടാവില്ല എന്നുള്ളതും ആ ഒരു താക്കീതും കോടതി കൊടുക്കുകയാണ്.
അങ്ങനെ രോഹിത്തിനെ ഈസി ആയിട്ട് അലീന അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഹരിയോട് വളരെ മോശമായിട്ട് തന്നെ ചൂടാവുന്നുണ്ട് രോഹിത്ത്. എന്നിട്ട് നല്ലൊരു മറുപടിയും കൊടുക്കുന്നുണ്ട്.